മലങ്കര സഭയുടെ കൈവശത്തിൽ നിന്ന് അമൂല്യമായൊരു നിധി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു അവബോധമാണ് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നത്. മരണത്തെ തടുത്തു നിർത്തുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കയില്ല. എന്നാൽ അമൂല്യങ്ങളായ വസ്തുക്കളോ വ്യക്തികളോ നഷ്ടപ്പെടുമ്പോൾ അഥവാ നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു ശൂന്യതാബോധമുണ്ട്. അത് മാനുഷികമാണ്, വൈകാരികമാണ്. എങ്കിൽ പോലും മലങ്കര സഭയുടെ കൈവശത്തിൽ നിന്ന് അമൂല്യമായ ഒരു വ്യക്തിത്വം, ഒരാളത്വം അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന ആ വേദനയും നൊമ്പരവും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അഭിവന്ദനായ ഈവാനിയോസ് തിരുമേനി രോഗാവസ്ഥയിലാണെന്ന് അടുത്തുള്ളവർക്കും അടുത്ത് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്നവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ആ രോഗത്തെ വകവെക്കാതെ തൻ്റെ അതാത് ദിവസത്തിലെ ജീവിത ചര്യകൾ ഒരു തടസ്സവും കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ തിരുമേനിയുടെ നിര്യാണ വാർത്ത കേൾക്കുന്നവർ നൊമ്പരപ്പെടുകയും പൊട്ടി കരയുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. അനേക ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയാതെ വളരെ വേദനയോടെ കരയുന്നത് ടെലിഫോണിലൂടെ ഇന്നലെ ഞാൻ കേട്ടു. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ മെത്രാപ്പോലീത്ത അഭിവന്യ മാത്യൂസ് മാർ സേവറിയോസ് തിരുമേനി, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. വളരെ കരഞ്ഞുകൊണ്ട് എന്നെ ഓർമ്മിപ്പിച്ചു, ഒരു ദിവസവും കൂടെ ഈ ശവസംസ്കാര ശുശ്രൂഷ ഒന്ന് നീട്ടിവെക്കാൻ ഒക്കുമോ? ഇവിടെയുള്ള ഡോക്ടർമാരുടെയും അതുപോലെയുള്ള സാഹചര്യങ്ങളെയും വിലയിരുത്തി തിരുമേനിയോട് വളരെ സങ്കടപൂർവ്വം തന്നെ ഞാൻ മറുപടി പറഞ്ഞു. അതിനുള്ള സാഹചര്യം അനുവദിക്കുന്നില്ല. തിരുമേനിക്ക് നാളെ ഉച്ചയോടെ അല്ലെങ്കിൽ രാവിലെ മാത്രമേ വന്നെത്താൻ നിവൃത്തിയുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അത് സാധാരണ ഭാഷയിലല്ല പറഞ്ഞത്, ഏങ്ങലടിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഇങ്ങനെ പലരും പലയിടത്തു നിന്നും തിരുമേനിയുടെ വേർപാട് താങ്ങാനാകാതെ അവരുടെ വികാരങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി. മലങ്കര സഭയുടെ കൈവശത്തിൽ നിന്ന് രത്നതുല്യമായ അമൂല്യനിധി എന്ന് വിളിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വം നമുക്ക് അപ്രത്യക്ഷമായിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ സങ്കല്പത്തിൽ ഈ വേർപാട് പ്രത്യാശയ്ക്കും സമാധാനത്തിനും അവസരമുണ്ടെങ്കിൽ പോലും അതാത് ദിവസങ്ങളിലെ ജീവിതത്തിലെ നാം ആഗ്രഹിക്കുന്നത്, വേണ്ടപ്പെട്ടവർ നമ്മോട് ഒപ്പമുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്. നിങ്ങൾ ഈ ദേവാലയത്തിനകത്ത് നിന്നുകൊണ്ട് ഈ പരിശുദ്ധ മദ്ബഹായിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്കേ ഭിത്തികളിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. മലങ്കര സഭയുടെ ഏതെങ്കിലും ദേവാലയങ്ങളിൽ നിങ്ങൾ ഇതുപോലുള്ള ചിത്ര ലേഖനങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരുമേനിയുടെ മനസ്സിന്റെ വ്യാപാരമാണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. തിരുമേനി എപ്പോഴും പരിശുദ്ധന്മാരോടൊപ്പം തിരുമേനിയുടെ മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യക്ഷ തെളിവും അടയാളവുമാണ് തിരുമേനി ആരാധിക്കുന്ന ചാപ്പലിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെയാണ് ഈ ചാപ്പലിൽ ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കുകൊള്ളുന്നത് എന്ന് തിരുമേനിയുടെ മനസ്സിന്റെ വ്യാപാരം വരച്ച് കുറിച്ച് വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ആരെങ്കിലും ഈ ദേവാലയത്തിൽ തിരുമേനിയോടൊപ്പം സന്ധ്യാനമസ്കാരമോ പ്രഭാത നമസ്കാരമോ യാമപ്രാർത്ഥനകളോ പങ്കെടുത്തു കഴിഞ്ഞാൽ തിരുമേനിയുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് ആർക്കും ആരോടും പ്രസംഗിക്കേണ്ടതില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത, ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമുക്കധികം
കണ്ടെത്താനാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലങ്കര സഭയുടെ കൈവശത്തിൽ നിന്ന് ഒരു അമൂല്യമായ വ്യക്തിത്വം, കണ്ടെത്താൻ വളരെ വിരളമായൊരു വ്യക്തിത്വം നമുക്ക് തൽക്കാലം അപ്രത്യക്ഷമായിരിക്കുന്നു. 1978 പിതാവായ ദൈവം മലങ്കര സഭയോട് ചോദിച്ചു, KG ജോർജ് കത്തനാർ നിങ്ങളുടെ ഒരു വികാരി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുരോഹിത ശ്രേഷ്ഠനായി വിളങ്ങുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ എനിക്ക് ആവശ്യമുണ്ടെന്ന്. ഞാൻ വിചാരിക്കുന്നു അന്ന് മലങ്കര സഭ ദൈവത്തോട് ചോദിച്ചു, അങ്ങനെ അങ്ങ് പറയരുത്, ആ വൈദികനെ മലങ്കര സഭയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചികിത്സയും പ്രാർത്ഥനയും നിലവിളിയും ഒരുമിച്ച് 1978 ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ദൈവം ജീവനോടെ അദ്ദേഹത്തെ നമുക്ക് വീണ്ടും ഇവിടെ ജീവിക്കുവാനും നമ്മെ പല ഉത്തമമായ മാതൃകകൾ കാണിച്ചു തരുവാനും തക്കവണ്ണം ദൈവം അനുവദിക്കുകയാണ് ഉണ്ടായത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുമേനി അച്ഛൻ, അന്ന് അച്ഛനാണ്, അദ്ദേഹം ദിവംഗതനായി എന്നുള്ള വാർത്ത വരെ പരന്നതാണ്. പക്ഷേ ദൈവം അതിന് അനുവദിച്ചില്ല. കാരണം അന്നും വൈദികനായിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മാനസികമായ വ്യാപാരങ്ങളും ഈ ചാപ്പലിൻ്റെ കിഴക്കേ ഭിത്തികളിൽ, ഈ ദേവാലയത്തിൻ്റെ കിഴക്കൻ ഭിത്തികളിൽ കാണുന്ന പരിശുദ്ധന്മാരോടൊപ്പമുള്ളൊരു വ്യാപാരം, മാനസിക അവസ്ഥ, ജീവിതം, അത് അഭിനയമല്ലായിരുന്നു, അത് പ്രസംഗമല്ലായിരുന്നു, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, തിരുമേനിയിൽ നിന്ന് ബഹിർഗമിച്ചു കൊണ്ടിരിക്കുന്ന ആധ്യാത്മികതയുടെ പ്രകാശ രശ്മികളായിരുന്നു അത് എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ ഈ ദേറായിലെ കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ കൈകളിൽ തന്ന ഒരു കുറിപ്പുകളുണ്ട്, അത് ഞാനിവിടെ വായിക്കുകയാണ്. ആ കുറിപ്പെന്ന് പറഞ്ഞത്, തിരുമേനി അന്ത്യകൽപ്പനയൊന്നും എഴുതി വെച്ചിട്ടില്ല. തിരുമേനിയുടെ വേർപാടിനെ കുറിച്ച് വ്യക്തമായി തിരുമേനിക്ക് അറിയാമായിരുന്നു. തിരുമേനി തൻ്റെ ഡോക്ടർമാർ തന്നെ ഉപദേശിച്ച ഉപദേശങ്ങൾക്ക് അത്ര വലിയ ഗൗരവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ വർഷം പോലും ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ പിരളശ്ശേരി ദേവാലയത്തിൽ ചെന്ന് അദ്ദേഹം കഷ്ടാനുഭവ ശുശ്രൂഷ മുഴുവൻ നടത്തി. അവിടെയുള്ള എൻ്റെ സ്നേഹിതന്മാരോട് ഞാൻ ചോദിച്ചു, തിരുമേനി അത് സമ്മതിച്ചോ? സമ്മതിച്ചു. ഞാൻ പിന്നീട് അറിഞ്ഞത് മറ്റു പലരെക്കാളും ഒട്ടും മോശമല്ലാത്ത വിധത്തിൽ ആ ശുശ്രൂഷകളെല്ലാം നടത്തി. തിരുമേനി പറഞ്ഞ ചില വാചകങ്ങൾ, ഒരു 3-4 ദിവസം മുമ്പ് പറഞ്ഞ വാചകങ്ങൾ കുട്ടികൾ എഴുതി വെച്ചത് ഞാൻ ഇവിടെ നിന്ന് വായിച്ചു കൊള്ളട്ടെ. 2013 ശുഭുക്കോനോ ശുശ്രൂഷയിൽ നൽകിയ സന്ദേശത്തിൽ നിന്ന്, വലിയ നോമ്പിലേക്ക്, പ്രിയമുള്ളവരെ, വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകുവാനുള്ള ഒരവസരം കൂടിയാണിത്. ക്ഷമയോടും സ്നേഹത്തോടും കൂടി നാം കഴിയണം. അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കും, അവനെ പിശാചാക്കും. അതിനാൽ നോമ്പാകുന്ന കഷായം എല്ലാവരും കുടിക്കണം. പരസ്പരം ക്ഷമിക്കണം. ക്ഷമിക്കുന്നത് സ്വർഗത്തിൻ്റെ അനുഭവമാണ്, അഹങ്കാരം നരകത്തിൻ്റെതും. ഇതാണ് നോമ്പ് പിടിക്കുന്ന ആദ്യത്തെ ദിവസം തിരുമേനി പറഞ്ഞ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകൾ. കാലം ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് തിരുമേനി പറഞ്ഞ ഒരു വാചകം, 2 വാചകങ്ങൾ: നഗരി കാണിക്കലൊന്നും ആവശ്യമില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ആ സമയത്ത് ഭക്തന്മാർ ഒരുപാടുണ്ടാകും, അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്, വേണമെങ്കിൽ എഴുതി വെക്കാം. കാലം ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് പറഞ്ഞത്. ഡയറായിൽ ഇപ്പോൾ ധാരാളം ആളുകൾ വരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ആത്മീയമായി വളരണം. കാലം ചെയ്യുന്നതിന്റെ തലേ ദിവസം വിയപുരത്ത് നിന്ന് എത്തിയ OVBS കുട്ടികളോട് തിരുമേനി സംസാരിച്ചത്, ലോകം തിന്മയിൽ വളരാനാണ് എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ദൈവമക്കൾ നന്മയിൽ വളരാനാണ് പരിശ്രമിക്കേണ്ടത്. എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മൾ സ്വന്തം ശക്തിയിലും വിവേകത്തിലുമായിരിക്കും ആശ്രയം വയ്ക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. ജീവിതം സ്വയം കേന്ദ്രീകൃതമാകുമ്പോൾ അഹങ്കാരികളാകും. അതിനാൽ ദൈവമായിരിക്കണം ജീവിതത്തിൻ്റെ കേന്ദ്രം. സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. കാലം ചെയ്തതിന് തലേ ദിവസം വിയപുരത്ത് നിന്ന് വന്ന കുട്ടികളോട്, OVBS കുട്ടികളോട് തിരുമേനി പറഞ്ഞ വാക്കുകൾ ഒപ്പിയെടുത്ത് ഇവിടെയുള്ള ആശ്രമത്തിലെ കുട്ടികൾ എഴുതി വെച്ചതാണ്. നിങ്ങളത് ഓർത്തു നോക്കൂ. അപ്പൊ തിരുമേനിയുടെ മാനസിക വ്യാപാരം എന്ന് പറയുന്നത്
തിരുമേനിക്ക് ഒന്നേ പറയാനുള്ളൂ: വിശുദ്ധ ജീവിതം നയിക്കണം. 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക ഭൗതിക അതിപ്രസരത്തിന്റെ കാലയളവാണ്. നമുക്കറിയാം, ഭൗതികമായ ഒരു ലോകത്തിൽ ആധ്യാത്മികമായ ഒരു ജീവിതം വെള്ളം ചേർക്കാതെ ഒരാൾക്ക് നയിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. വനത്തിലും മണലാരണ്യത്തിലും ഒരുപക്ഷെ സന്യാസി ജീവിതം നയിക്കുന്ന ഉത്തമ മാതൃകയുള്ള അനേക സന്യാസികളെ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഭൗതികതയുടെ നടുവിൽ നിന്നുകൊണ്ട്, ജനസഹസ്രത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട്, അതിനോട് ചേരാതെ കലരാതെ ഉത്തമമായ ആധ്യാത്മികമായ ജീവിതത്തിന്റെ മാതൃക കാഴ്ചവെക്കാൻ ഒരു വ്യക്തിക്ക് അവസരമുണ്ടാകുന്നത് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ അങ്ങനെ സാധ്യമല്ല. കാരണം ഭൗതികത അത്രമാത്രം ശക്തമായി തഴച്ചു വളരുമ്പോഴാണ് അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അതിനെതിരെ ഉള്ള ഒരു ജീവിതം സമൂഹത്തിന് മുൻപാകെ വരച്ചു കാണിക്കുന്നത് എന്നുള്ളത് മറന്നുകൂടാ. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പിൻഗാമി എന്ന് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഒട്ടും തന്നെ അതിശയോക്തിയില്ലാതെ പറയാൻ തക്കവണ്ണമുള്ള ഒരു മഹാചാര്യനാണ് അഭിമന്യ കാലഞ്ചിത ഈവാനിയോസ് തിരുമേനി. ഒരു ദിവസം വന്ന് ഇവിടെ നിന്ന് താമസിക്കുകയോ ഒരു ദിവസം ഇവിടെ യാമപ്രാർത്ഥനയിൽ സംബന്ധിക്കുകയോ ചെയ്താൽ ഈ ദേറ എന്ത് ദേറയാണെന്ന്, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള ദേറ ജീവിതമാണ് ഇവിടെ നടത്തപ്പെടുന്നത് എന്ന് നമുക്ക് നേരിൽ കണ്ടറിയാം. എനിക്ക് പറയാനുള്ളത് ആ നിലവാരം ഇനിയും ഈ ദേറായിൽ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ്. തിരുമേനിക്ക് ധനത്തോട് ആസക്തിയൊന്നുമില്ല. 1000 രൂപയുടെ ഒരു നോട്ട് കണ്ടാൽ 1000 രൂപ എന്ന് അച്ചടിച്ച ആ കടലാസിന്റെ വില പോലും തിരുമേനിയുടെ മനസ്സിനകത്ത് ആ കറൻസിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇടത് ഒരു കൈയിൽ നിന്ന് ലഭിക്കുന്നത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഒരു മനുഷ്യന് പോലും അറിയാൻ മേല. അത് പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു പൂച്ച പ്രസവിച്ചു. ആ പൂച്ചയുടെ കുഞ്ഞുങ്ങളെ ആ പൂച്ച തിരുമേനിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനി ആ കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടില്ല ഫോട്ടോ. തിരുമേനിക്ക് പൂച്ചയും പൂച്ചക്കുഞ്ഞുങ്ങളും സ്വന്തം മക്കളാണ്. തിരുമേനി പശുക്കളെ വളർത്തുന്നുണ്ട്. പശുക്കളോട് തിരുമേനി സംസാരിക്കും. ഇവിടെ നിങ്ങൾ തെക്ക് വശത്തോട്ട് പോയാൽ തിരുമേനി കുറെ കിളികളെ വളർത്തുന്നുണ്ട്. കിളികൾ എന്ന് പറയും തിരുമേനിയുടെ മക്കളാണ്. ആ കിളി മക്കളെ കണ്ട് ആസ്വദിക്കുന്ന തിരുമേനിയാണ്. തിരുമേനി നട്ടു വളർത്തുന്ന ചെടികൾ എന്ന് പറയുന്നത് തിരുമേനിയുടെ മക്കളാണ്. തിരുമേനി ചെടിയോട് സംസാരിക്കും, തിരുമേനി പുഷ്പത്തോട് സംസാരിക്കും, തിരുമേനി പശുക്കളോട് സംസാരിക്കും, തിരുമേനി കിളികളോട് സംസാരിക്കും. ആ ഹൃദയത്തിന്റെ വിശാലതയിൽ ദൈവത്തിന്റെ സകല സൃഷ്ടികളോടും വളരെ വിശാലതയോടെ അവർക്കൊക്കെ തിരുമേനിയുടെ ഹൃദയത്തിനുള്ളിൽ സ്ഥാനമുണ്ട്. ആരെയും തിരുമേനി ആ വിധത്തിലെ, അത് പക്ഷികളെന്നോ അത് കിളികളെന്നോ പശുക്കളെന്നോ, നിങ്ങൾക്കറിയാം ഗുജറാത്തിലേക്ക് തിരുമേനി പശുക്കളെ വാങ്ങാൻ പോയ കഥ ഇവിടെ ഇരിക്കുന്ന തിരുമേനിമാർക്ക് എല്ലാം അറിയാം. അവിടെ നല്ല പശുക്കളെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പണവും കൊടുത്ത് 2 വണ്ടിയും വിട്ട് ഗുജറാത്തിൽ നിന്ന് പശുക്കളെ മേടിച്ചുകൊണ്ട് വരികയാണ്. മേടിച്ചതിനേക്കാൾ നഷ്ടത്തിൽ തിരുമേനിയുടെ പശുക്കളെ ഇവർ വിൽക്കുകയും ചെയ്തു. ഈ കുട്ടികളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തിരുമേനിയിൽ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഒരുപക്ഷെ നമുക്ക് തോന്നുമായിരിക്കും, ഓ തിരുമേനി ലോകപ്രകാരം വിവേകത്തോടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതെന്ന്. അല്ല, തിരുമേനിയുടെ മനസ്സ് അത്രമാത്രം ആർദ്രമാണ്. തിരുമേനിയെ രാവും പകലും സന്തത സഹചാരിയായിട്ട് കൊണ്ടു നടക്കുന്ന ശശി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവരൊക്കെ വാവിട്ട് കരയുകയാണ്. അവർക്കൊരു അനാഥത്വം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. ഈ കളത്തിപ്പടി കരിപ്പാൽ ആശുപത്രിയിൽ തിരുമേനി ഡയാലിസിസിന് പോകുമ്പോൾ സാധാരണ പോകുന്നത് പോലെയാണ് പോകുന്നത്. വളരെ സംസാരിച്ച് എല്ലാവരോടും തമാശ പറഞ്ഞു പോയി. അവിടെ ചെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് ഫീൽ ചെയ്തു. വളരെ പെട്ടെന്ന് തിരുമേനി ദിവംഗതനായി. ഈ ദേറായിലെ കുട്ടികളുടെ ഏങ്ങലടിച്ച നിലവിളികളൊക്കെ കാണുമ്പോൾ നിൽക്കുന്ന മരം പോലും കരഞ്ഞു പോകും. അത്രമാത്രം അവർ തിരുമേനിയെ സ്നേഹിച്ചിരുന്നു. കോട്ടയം ഭദ്രാസനത്തിലെ വൈദികർക്കോ അതുപോലെ തന്നെ അൽമായ സഹോദരങ്ങൾക്കോ തിരുമേനി പറയുന്ന ഒരു ആവശ്യത്തിനോ ആജ്ഞയ്ക്കോ എതിരായി സംസാരിക്കുവാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്.
അവർ ചിലതൊക്കെ എൻ്റെ ചെവി ഒന്ന് പറയും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തിരുമേനിയോടെന്ന് പറയാവോ? അതിന് ധൈര്യമില്ല. ആ വഴി മാത്രം ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. എന്തുകൊണ്ടാണത്? അത് വിശുദ്ധിയുടെ ലക്ഷണമായതുകൊണ്ട് അങ്ങ് ചെന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. തിരുമേനി ആരോടും വെറുത്തിട്ടോ ഒന്നുമല്ല. അപ്രിയ സത്യങ്ങൾ തിരുമേനി ചിലപ്പോൾ വിളിച്ചു പറയും. പക്ഷേ ആ അപ്രിയ സത്യങ്ങൾ തിരുമേനി വിളിച്ചു പറയുന്നത് വിരോധം കൊണ്ടോ ശത്രുതാഭാവം കൊണ്ടോ വ്യക്തിയോടുള്ള വിദ്വേഷമോ അല്ല, തിരുമേനിയുടെ മനസ്സിന്റെ വ്യാപാരമാണ്. അതുകൊണ്ട് ഈ ആധ്യാത്മികമായ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് ആരായിരുന്നാലും കൊള്ളാം, കളങ്കമില്ലാതെ അഭിനയമില്ലാതെ ആത്മീയ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ആധ്യാത്മികമായ സിദ്ധികൾ ഉണ്ടാകും. തിരുമേനിയുടെ വാക്കുകൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പകർന്നു നൽകാനുള്ള സിദ്ധിയുണ്ട്. അത് സാധാരണ ഇതൊന്നും തിരുമേനി ഉള്ളപ്പോൾ പറയാൻ ഒക്കുകയില്ല. ഉള്ളപ്പോൾ പറഞ്ഞാൽ കുഴപ്പമാണ്. തിരുമേനിയുടെ സിദ്ധികൾ എന്ന് പറയുന്നത് വിവിധങ്ങളാണ്. അതിന് സാക്ഷ്യമുള്ളവരുണ്ട്, അതിന് അനുഭവമുള്ളവരുണ്ട്, അത് അനുഭവിച്ചറിഞ്ഞവരുണ്ട്. പക്ഷെ ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ കുറെ പേർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഒരു നെൽവരം പകർന്നു കൊടുക്കാനുള്ള ആ സിദ്ധി എന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല. തിരുമേനിയുടെ അടുത്ത് ചെന്ന് ചില കാര്യങ്ങൾ ചിലർ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം? തിരുമേനി ചിലപ്പോഴൊന്നും ഊരിയാടുകയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നത് പക്ക ഇൻഡ്യൂഷനിലായിരിക്കും. തിരുമേനി പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്യും. എത്ര ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലങ്കര സഭയുടെ ആവനാഴിയിൽ നിന്ന് അമൂല്യമായ ഒരു രത്നം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആധ്യാത്മികമായ ജീവിതത്തിന്റെ ആണിക്കല്ലായി തിരുമേനിയെ ഞങ്ങൾ കണ്ടിരുന്നു. ഇവിടെ വന്ന് തിരുമേനിയുടെ അടുത്ത് നാം അല്പം സംസാരിക്കുകയോ നമ്മുടെ ചില മനോഭാരങ്ങൾ പകരുകയോ ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഒരു റിലീഫുണ്ട്. അത് നിസ്സാരമൊന്നുമല്ല, ഒരു ശക്തിയുണ്ട്. അത് ആധ്യാത്മികമായ ഊർജമാണ്. ഒരുപക്ഷെ തിരുമേനി കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വെറുതെ ഞാൻ ആശിച്ചു പോവുകയാണ്. പക്ഷേ ഇത് ദൈവത്തിന്റെ നിശ്ചയമാണെങ്കിൽ നമുക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തിരുമേനിയുടെ ഈ സിദ്ധി മരണാനന്തര ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് മലങ്കര സഭയ്ക്ക് ലഭിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കരുണയുള്ളവനാണ്, മലങ്കര സഭയെ കരുതുന്നവനാണ്. അതുപോലെ മലങ്കര സഭയുടെ ശക്തി എന്ന് പറയുന്നത് ഇതുപോലുള്ള ചില പരിശുദ്ധന്മാരുടെ സാന്നിധ്യമാണ്. പരിശുദ്ധ പരിമല തിരുമേനി, പരിശുദ്ധ പാമ്പാടി തിരുമേനി, പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനി, അങ്ങനെ അനേകര് നമുക്കൊന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അനേക സാധാരണക്കാരുടെ കണ്ണുനീരുണ്ട്. അതും പരിശുദ്ധന്മാരുടെ സ്ഥാനങ്ങളിൽ അവരെ ഗണിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു പിതാവാണ് തൽക്കാലത്തേക്ക് നമ്മിൽ നിന്ന് വേർപെടുന്നത്. നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ വേദശാസ്ത്രപ്രകാരം ഒരാൾ വേർപെടുമ്പോൾ ദുഃഖിക്കരുതെന്നാണ് വെപ്പ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മനസ്സിന്റെ നൊമ്പരം ഏറെ ഉണ്ടെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. പുളിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി, പരിശുദ്ധ പരിമല തിരുമേനി കാലം ചെയ്ത സന്ദർഭത്തിൽ വാവിട്ട് കരയുന്നതായിട്ട് ഇസഡം പാരട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറടക്കം നടത്തുവാൻ തക്കവണ്ണം പുലിക്കോട്ടിൽ തിരുമേനിക്ക് ഒന്ന് നോക്കാനേ കഴിയുന്നുള്ളൂ. ഒന്ന് നോക്കിക്കഴിയുമ്പോൾ തിരുമേനി വീണ്ടും മുറിക്കകത്തോട്ട് ഓടുകയാണ്, തിരിഞ്ഞു പോവുകയാണ്. കാരണം പരിശുദ്ധ പരിമല തിരുമേനി കാലം ചെയ്ത കാഴ്ച കാണാനുള്ള ഹൃദയത്തിന്റെ ശക്തി നഷ്ടപ്പെട്ട് കൊച്ചുകുട്ടികളെ പോലെ വാവിട്ട് കരയുന്ന അതിശക്തനും വളരെ ഭരണ നൈപുണ്യമുള്ള പുലിക്കോട്ട് തിരുമേനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പരിശുദ്ധന്മാരുടെ സിദ്ധി അതുപോലാണ്. അതുകൊണ്ട് ഈ വന്യപിതാവിന്റെ വേർപാട് നമുക്ക് ദുഃഖമാണ്. പക്ഷേ ദുഃഖത്തെക്കാൾ ഉപരിയായി ഈ പിതാവ് നമുക്ക് പകർന്നു തന്ന ചില സന്ദേശങ്ങളുണ്ട്. തിരുമേനി സ്ഥാപിച്ച ഒരു പർണശാലയാണിത്, ഒരു ദയറായാണിത്. ഈ ദയറ വളരെ വ്യത്യസ്തതയുള്ള ആധ്യാത്മികമായ ജീവിതത്തിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കാവുന്ന ഒരു ദയറായാണിത്. ആ ദയറ ഇതുപോലെ തന്നെ തുടരുകയും വേണം. അത് വേറൊരു വിധത്തിൽ അനാഥത്തിലായിട്ട് ആയിപ്പോകാൻ പാടില്ല എന്നുള്ളത് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെന്റെ വാക്ക് ധരിപ്പിക്കുന്നില്ല. ഈ 2010 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ 7 വൈദികരെ മേൽപ്പെട്ടക്കാരായി തെരഞ്ഞെടുത്തു, അസോസിയേഷൻ. ആ സമയത്ത് എല്ലാവരും കൂടെ ഒരു ചിന്തയുണ്ടായിരുന്നു,
ഇവരെ എവിടെ അയച്ച് ഇവർക്ക് ഒരു പരിശീലനം നൽകണം. അവിടെ ഉണ്ടായിരുന്ന തിരുമേനിമാർ ഒന്നടങ്കം പറഞ്ഞത് ഞാലിയാങ്കുഴി ദേറായി. ഞാലിയാങ്കുഴി ദേറായിൽ മേൽപ്പട്ടക്കാരാകാൻ പോകുന്ന വൈദികരെ ദിവസങ്ങൾ മാസങ്ങൾ താമസിക്കട്ടെ, അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് മലങ്കര സഭയുടെ പരിശുദ്ധ സുന്നോസ് ഒന്നടങ്കം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അവരെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, യാമപ്രാർത്ഥനകൾ നടത്തി. തിരിച്ചു വന്ന് പലരുമായി ഞാൻ സംസാരിച്ചപ്പോൾ പലരും അത്ഭുതത്തോടെ പറഞ്ഞ വാക്കുകളുണ്ട്. ഒരു സ്വർഗീയ അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ അവിടെ അവിടെ താമസിച്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്ന് അവർ പലരും പറയുകയുണ്ടായി. ഞാനൊരു വാക്കുകളുടെ ചുരുക്കുകയാണ്. ഈ പരിശുദ്ധ അല്ലെങ്കിൽ ഈ പരിശുദ്ധ ഇവാനിയോസ് തിരുമേനി നമ്മിൽ നിന്ന് തൽക്കാലത്തേക്ക് അപ്രത്യക്ഷമാവുകയാണ്. സ്വർഗത്തിലിരുന്നു കൊണ്ട് തിരുമേനി ഇതെല്ലാം കാണുന്നു. തിരുമേനിയുടെ മനോവ്യാപാരങ്ങൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നു. തിരുമേനി പരിശുദ്ധന്മാരോടൊപ്പം ആയിരിക്കുന്നു. അത് തന്നെയാണ് മലങ്കരയുടെ ശക്തി എന്ന് പറയുന്നത്. അതിലല്ലാതെ നമ്മൾ ഒട്ടും ഏതെല്ലാം ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ വൈഷമ്യങ്ങളോ ഒക്കെ നമുക്ക് വന്നുകൊള്ളട്ടെ, നമ്മെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. നമുക്ക് ജീവിച്ചിരിക്കുന്ന നമ്മേക്കാൾ കൂടുതൽ നമ്മെ സഹായിക്കുന്ന ചില അത്ഭുത സിദ്ധികളും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയും ഉണ്ട്. ആ കൂട്ടായ്മയിൽ ഈ പരിശുദ്ധ പിതാവ് ഏറെ ശോഭിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മലങ്കര സഭയുടെ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളും ഒക്കെ ഞാൻ അടക്കി ഈ സമയത്ത് ഈ പരിശുദ്ധ പിതാവിനെ ദൈവ തിരുസന്നിധിയിൽ സ്വർഗോന്നതങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘുപ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.